അവൻ ജഡത്തോടും രക്തത്തോടും കൂടി വന്നവനാകൊണ്ട് മരിക്കണമായിരുന്നു. 2, അവൻ ഇഹലോകത്തിലേക്ക് വന്നതുകൊണ്ട് മരിക്കണമായിരുന്നു. 3, സകല മനുഷ്യരുടെയും പാപങ്ങളെ പിതാവായ ദൈവം തന്റെ മേൽ ചുമത്തിയതുകൊണ്ട് ഗത്സമന തൊട്ട് പിതാവായ ദൈവം ഗത്സമനയിൽ വെച്ച് സകല മനുഷ്യവർഗത്തിന്റെയും പാപങ്ങളെ തന്റെ മേൽ ചുമത്തി. അതിനുശേഷം യേശുക്രിസ്തു വഴി നടത്തപ്പെടുന്നത് ഒരു ഭയാനകമായ പാപിയെ പോലെയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 5:21 ആ വിഷയത്തെ വ്യക്തമാക്കുന്നത്. നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം പാപമാക്കി തീർത്തു. യേശുക്രിസ്തു പാപമായി, പിതാവായ ദൈവം അവനെ പാപമാക്കി. അതുകൊണ്ടാണ് ഒരു പാപിയെ പോലെ പാപിയായി തന്നെ പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റുകൊണ്ട് മരിക്കേണ്ടിയിരുന്നത്. ഇങ്ങനെ പല ഉദ്ദേശങ്ങൾ യേശുക്രിസ്തുവിന്റെ കൽവരി മരണത്തിലുണ്ട്. അവൻ മരിക്കണമായിരുന്നു, ദൈവത്തിന് സ്തോത്രം. പക്ഷേ ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതാണ് യോർദാൻ നദിയിൽ യേശുക്രിസ്തു സ്നാനമേറ്റ് പരിശുദ്ധാത്മാവ് അവന്റെ പേരിൽ വരുമ്പോൾ പ്രാവ് രൂപത്തിൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് നാം കാണുന്നു. എന്നാൽ പെന്തിക്കോസ്ത് നാളിൽ കാത്തിരുന്ന 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പ്രാവ് രൂപത്തിലല്ല വന്നത്. പ്രാവ് രൂപത്തിൽ എന്തുകൊണ്ട് വന്നില്ല? അവിടെ അഗ്നി രൂപത്തിൽ, കൊടുങ്കാറ്റ് രൂപത്തിൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് കാണുന്നു. അവിടെ പെന്തിക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് അഗ്നിയായും കൊടുങ്കാറ്റായും വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ സ്നാനത്തിങ്കൽ സ്വർഗം തുറക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് വരുമ്പോൾ പ്രാവ് പോലെ വരുന്നു. പരിശുദ്ധാത്മാവ് ഒന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ 2 വ്യത്യസ്ത നിലവാരത്തിൽ രൂപത്തിൽ വരികയാണ്. എന്തുകൊണ്ട് യേശുവിന്റെ മേൽ പ്രാവ് പോലെ ഇറങ്ങി? എന്തുകൊണ്ട് 120 പേരുടെ മേൽ അഗ്നി പോലെ, കൊടുങ്കാറ്റ് പോലെ, അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് പോലെ, അല്ലെങ്കിൽ ശക്തമായ ഒരു കാറ്റ് പോലെ ഇറങ്ങി എന്ന് ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ, പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ ഒന്നുമില്ലായിരുന്നു. അവന്റെ ശരീരത്തിൽ വിശുദ്ധീകരിക്കപ്പെടാനൊന്നുമില്ല, അവന്റെ രക്തത്തിൽ വിശുദ്ധീകരിക്കപ്പെടാനൊന്നുമില്ല, സ്വഭാവത്തിൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ ഒന്നുമില്ല. പക്ഷേ അവന് പരിശുദ്ധാത്മാവിനെ ആവശ്യമായിരുന്നു. എന്തുകൊണ്ട്? ശുശ്രൂഷയ്ക്ക് പരിശുദ്ധാത്മാവിനെ ആവശ്യം, ഉയർപ്പിക്കപ്പെടേണ്ടതിന് പരിശുദ്ധാത്മാവിനെ ആവശ്യം. അതുകൊണ്ട് അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. യേശുക്രിസ്തു ദൈവപുത്രനായിരുന്നിട്ടുകൂടെയും അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണമായിരുന്നു. അതിന്റെ പ്രധാന ഉദ്ദേശം ഒന്ന്, അവന്റെ ശുശ്രൂഷ ആത്മാവിനാലാണ്. അതുകൊണ്ടാണ് അവൻ ആത്മാവിന്റെ ശക്തിയോടെ യോർദാൻ വിട്ടു എന്ന് വായിക്കുന്നത്. തന്റെ ശുശ്രൂഷ മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ആയിരുന്നു. ആ ശുശ്രൂഷയ്ക്ക് പരിശുദ്ധാത്മാവ് ആവശ്യമായിരുന്നു. അവൻ 40 വർഷം ഉപേക്ഷിക്കുവാൻ ആത്മാവ് അവനെ അവിടേക്ക് നടത്തി. ആത്മാവ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ അവിടേക്ക് നടത്തി. ആത്മാവ് അവനെ ശുശ്രൂഷയ്ക്കായി നടത്തി. എല്ലാം ദൈവാത്മാവിനാൽ നടത്തപ്പെടുകയായിരുന്നു. ശുശ്രൂഷയ്ക്ക് പരിശുദ്ധാത്മാവിനെ ആവശ്യമായിരുന്നു. മാത്രമല്ല, അവൻ ജഡത്തോടും രക്തത്തോടും കൂടിയ ഒരു ശരീരത്തോടുകൂടെ ഈ ലോകത്തിൽ വന്നതുകൊണ്ട് യേശുക്രിസ്തു ദൈവപുത്രനായിരുന്നിട്ടുകൂടെ അവന്റെ ശരീരം ഉയർപ്പിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമായിരുന്നു. പിതാവായ ദൈവമാണ് പുത്രനായ ക്രിസ്തുവിനെ ഉയർപ്പിച്ചത്. അപ്പോസ്തലന്മാരുടെ പ്രസംഗത്തിലുടനീളം ആ വിഷയമാണ് ഊന്നൽ കൊടുത്ത് പറയുന്നത്. നിങ്ങൾ ക്രൂശിൽ തറച്ച യേശുവിനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു, മരണപാശങ്ങളെ അഴിച്ച് അവനെ ഉയർപ്പിച്ചു. എങ്ങനെ ഉയർപ്പിച്ചു എന്ന് ചോദിച്ചാൽ, പിതാവായ ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പുത്രനായ ക്രിസ്തുവിനെ ഉയർപ്പിച്ചു. അപ്പോൾ യേശുക്രിസ്തു ഉയർപ്പിക്കപ്പെടുവാൻ പിതാവായ ദൈവത്തിന് പോലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ സഹായം അവിടെ ആവശ്യമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതുമാത്രമല്ല, യേശുക്രിസ്തു ദൈവപുത്രനായിരുന്നിട്ടുകൂടെയും യേശുക്രിസ്തുവിന് ഉയർപ്പിക്കപ്പെടുവാൻ ജഡത്തോടും രക്തത്തോടും കൂടിയവനായതുകൊണ്ട് അവന്റെ ശരീരം ഉയർപ്പിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമായിരുന്നു. അപ്പോൾ ചോദിക്കും, എല്ലാവരും ഉയർപ്പിക്കപ്പെടാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണോ? പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രാപിക്കാത്തവരാരും ഉയർപ്പിക്കപ്പെടുകയില്ല. ദുഷ്ടന്മാരും ഉയർപ്പിക്കപ്പെടുന്നല്ലോ, പാപികളും ഉയർപ്പിക്കപ്പെടുന്നല്ലോ. അവർ പരിശുദ്ധാത്മാവിനാലല്ലോ ഉയർപ്പിക്കപ്പെടുന്നത്. അതാണ് ഞാൻ ഇന്നലെ ഓർപ്പിച്ചത്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റവും ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ ദൈവസഭയുടെ ഉയർത്തെഴുന്നേൽക്കും സമാനമായി പറയുവാൻ, ഉയർപ്പിന്റെ നിരയിൽ സമാനമായി പറയുവാൻ അല്ലെങ്കിൽ തുല്യപ്പെടുത്തുവാൻ ഈ 2 നിരകളെ ഉള്ളൂ. ഒന്ന് ക്രിസ്തു, 2 ക്രിസ്തുവിന്റെ ഉയർപ്പ്
ഉയർപ്പിന് സമാനമായ സഭയുടെ ഉയർപ്പ് അല്ലെങ്കിൽ ഒന്നാം പുനരുത്ഥാനത്തിൽ ഏറ്റവും നല്ല ഉയർപ്പ്, ഈ രണ്ട് നിരകളാണ് സമാനപ്പെടുത്തുവാനുള്ളത്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് പോലെ ഉയർത്തുന്നത് ഒന്നാം പുനരുത്ഥാനത്തിൽ ഏറ്റവും നല്ല ഉയർപ്പ് അല്ലെങ്കിൽ ദൈവസഭയുടെ ഉയർപ്പ്, ആറാം യുഗത്തിന്റെ അവസാനത്തിൽ നടക്കുന്ന ഉയർപ്പ്. ബാക്കി എല്ലാവരും ഉയർപ്പിക്കപ്പെടുന്നു, നീതിമാന്മാർ ഉയർപ്പിക്കപ്പെടുന്നെങ്കിലും യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് പോലെ അല്ല അവർ ഉയർപ്പിക്കപ്പെടുന്നത്. ആ ഉയർപ്പിൽ ശരീരത്തിന് വ്യത്യാസമുണ്ട്, ഉയർപ്പിക്കപ്പെടുന്നവർക്ക് വ്യത്യാസമുണ്ട്.